Hello, hope I'm audible. Okay. ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ഞാൻ വന്നതിൻ്റെ റീസൺ നിങ്ങൾക്ക് എൻ്റെ ബാക്ക് സൈഡിൽ ഒരു ചാർട്ട് കാണാം, ഒരു ഫ്ലോ ചാർട്ട്. യെസ്, അങ്ങനെ വിളിക്കാം. ഇത് ഒന്നുമല്ല, ഇത് ഞാൻ ഇന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നത് ഒരു ട്രേഡറിൻ്റെ ലൈഫാണ്. ലൈഫ് ഓഫ് എ ട്രേഡർ, അല്ലെങ്കിൽ ഒരു നോർമൽ ഒരാൾ എങ്ങനെയാണ് ഒരു ട്രേഡർ ആകുന്നത്, അയാൾ പോകുന്ന കുറച്ച് ലൈഫിലെ കുറച്ച് ഫേസസ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഇതിനകത്ത് ഏത് ഫേസിലാണ് നിങ്ങളിപ്പോൾ എന്നുള്ളത് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ നിന്നൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ആദ്യമത്തെ സ്റ്റേജിൽ നിന്ന് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് ദി ഗാംബ്ലിങ് അല്ലെങ്കിൽ ദി ഗാംബ്ലർ. ദി ഗാംബ്ലർ എന്ന് പറയുമ്പോഴേ നമുക്ക് അറിയാം, നമ്മളെല്ലാം മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗാംബ്ലിങ് വെച്ചിട്ടാണ്. ഗാംബ്ലിങ് വഴിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ജസ്റ്റ് മാർക്കറ്റിൽ ഈ ട്രേഡിങ്ങിനെ പറ്റി അറിയുമ്പോൾ തന്നെ മാർക്കറ്റിലൊരു ഏതെങ്കിലും ഒരു ബ്രോക്കറിനകത്ത് ഒരു $10-50 ഇട്ട് നമ്മളത് ഫ്ലിപ്പ് ചെയ്യാൻ നോക്കും. അത് എല്ലാവരും ചെയ്യും. അങ്ങനെ ചെയ്തിട്ടുള്ളവരായിരിക്കും ഒരു 99% ആൾക്കാർ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പഠിക്കാനെങ്കിലും. അപ്പോൾ ഇതിനെയാണ് ഗാംബ്ലിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ ഈ ഗാംബ്ലിംഗ് സ്റ്റേജ് കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഗാംബ്ലിംഗ് സ്റ്റേജിൽ തന്നെ ഹു മേക്ക് മണി, ഹു ഡോണ്ട് മേക്ക് മണി. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, ഈ ഗാംബ്ലിങ്ങിൽ തന്നെ ക്യാഷ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, ഗാംബ്ലിങ്ങിൽ തന്നെ ക്യാഷ് കുറേ കളയുന്ന ആൾക്കാരുണ്ട്. ഞാൻ നോക്കിയിട്ട് ഗാംബ്ലിങ്ങിൽ ക്യാഷ് പോകുന്ന ആൾക്കാരാണ് കുറേ കൂടെയൊക്കെ പെട്ടെന്ന് ട്രേഡിങ്ങിൻ്റെ റിയാലിറ്റി റിയലൈസ് ചെയ്യാൻ പറ്റുക. അതിൻ്റെ റീസൺ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദ ബിഗ്ഗസ്റ്റ് തിങ്, ദർ ഈസ് നോ കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് ഓൺ ഈച്ച് ഫേസ്, ഓൾ ഡിപ്പെൻഡിങ് അപ്പോൺ ലക്ക്. അതായത് നമുക്ക് പ്രത്യേകിച്ചൊരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഓക്കെ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര റിസ്ക് അല്ലെങ്കിൽ ഇത്ര റിവാർഡ് എന്നൊരു കൺസിസ്റ്റൻറ്റ് ബേസിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ലക്ക്. അതായത് ഇപ്പം ഒരു ഗാംബ്ലർ അതിൽ ട്രേഡ് ചെയ്ത് അയാൾക്ക് എങ്ങനെയോ കുറച്ച് ക്യാഷ് കിട്ടി, ആ ഗാംബ്ലിങ് ചെയ്ത് കുറച്ച് ക്യാഷ് കിട്ടിയെങ്കിൽ അയാളുടെ ഉള്ളിൽ എപ്പോഴും ആ ഒരു തോട്ട് ക്യാഷ് കിട്ടിയത് മാത്രമായിരിക്കും എപ്പോഴും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ പിന്നെയും ആ ഒരു പ്രോസസ് കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ട്, ആ ഗാംബ്ലിങ് കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ആ ഒരു ഡോപ്പമൈൻ കിക്ക് മാത്രമാണ് അയാളുടെ മുന്നിലുള്ളത്. അതേസമയം പേഴ്സൺ ഹൂ ലൂസ് മണി, അയാൾ പെട്ടെന്ന് റിയലൈസ് ചെയ്യും, ഞാൻ ഈ ഒരു പ്രോസസ്സ് ഞാൻ കണ്ടിന്യൂ ഇത്ര ചെയ്തിട്ട് എനിക്ക് ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് ലാഭമോ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. സോ അയാൾ ആ ഒരു ഗാംബ്ലിംഗ് ഫേസിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങും. അതാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുക, അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിന്തിക്കുന്നത് ഇതിൽ നിന്ന് കുറച്ചും കൂടെ പഠിച്ചിട്ട് ചെയ്യണം. ഈ സെയിം സംഭവം തന്നെ എനിക്കറിയാം, ഇതിനകത്തും ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും, ഇതിന് വേറൊരു സൈഡുണ്ട്, ഞാൻ ലൂസ് ആവുന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ വിൻ ആവാനും പറ്റും. അപ്പോൾ അവിടെ നിന്ന് വിൻ ആവാനുള്ള സംഭവങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ, സോ അവരാണ് ദ ലേണേഴ്സ്. ഇതിന് തൊട്ട് മുന്നേ നിങ്ങൾ നോക്കേണ്ടത്, ഇവിടെ 70% ആൾക്കാർ ക്വിറ്റ് ആ ഗാംബ്ലിംഗ് ഫേസിൽ. ആ ഗാംബ്ലിംഗ് ഫേസിൽ ഓക്കെ, ട്രേഡിങ് സ്കാമാണ്, അല്ലെങ്കിൽ ഇത് എനിക്ക് പറ്റിയിട്ടുള്ള പരിപാടിയല്ല, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ്, ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്, ലക്കുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്, അല്ലെങ്കിൽ ക്യാഷ് ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് എന്നുള്ള ഫേസിൽ ക്വിറ്റ് ചെയ്യുന്ന ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഒരു 70% ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ലേണറാണ്. ഈ ലേണർ എന്ന് പറയുന്നത് തന്നെ ഞാൻ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ട്രൈ ടു ലേൺ ഫ്രം ദെയർ മിസ്റ്റേക്ക്. അതായത് ഇപ്പോൾ ഈ ഗാംബ്ലർ തന്നെയാണ് ലേണർ ആവുന്നത്. സോ അവർ കുറേ മിസ്റ്റേക്ക് വരുത്തിയിട്ടായിരിക്കും ഈ ലേണിംഗ് ഫേസിലേക്ക് വരുന്നത്. സോ അവരുടെ മിസ്റ്റേക്കുകളിൽ നിന്ന് അവർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കും. രണ്ടാമത്തെ ആൾക്കാരെന്ന് പറയുന്നത് സീക്ക് നോളജ് എവറി ടൈം. അതായത് അവർ ഏത് സമയത്തും നോളജ് സീക്ക്, നോളജ് എത്ര കിട്ടിയാലും അവർ ആ ഒരു നോളജ് ഗ്രേഡിൽ നിന്ന് മാറത്തില്ല. അവർ ആ ലേണിംഗ് ഫേസിൽ അവരുടെ ലേണിംഗ് മാത്രം ഇതിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതൊരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതായത് നമുക്കറിയണം നമ്മൾ എവിടെയാണ് നമ്മൾ നിർത്തേണ്ടത് എന്നുള്ളത്, നമ്മുടെ ലേണിംഗ് ഫേസ്. അത് ഒബ്വിയസ്ലി ഉള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പം അവരൊരു സെറ്റപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ, ഇപ്പം ഒരു ലേണിംഗ് ഫേസിൽ നിൽക്കുന്ന ആൾക്കാർ ഒരു സെറ്റപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്താലും അവരതിൽ കോൺഫിഡൻ്റ് അല്ലായിരിക്കും. അല്ല, അവരതിലൊരു ബാക്ക് ടെസ്റ്റ് ചെയ്യുമോ, അവർക്ക് കിട്ടിയ ആ ഒരു സെറ്റപ്പ് ലേൺ ചെയ്ത് കിട്ടിയ ഒരു സെറ്റപ്പ് ബാക്ക് ടെസ്റ്റ് ചെയ്യുമോ, അതിനകത്തൊരു ക്ലിയർ ഡേറ്റ കളക്ട് ചെയ്യാതെ ജസ്റ്റ് അടുത്തത് പഠിച്ച് മുമ്പോട്ട് പോകുന്നുള്ളതാണ്. കുറേ കാര്യങ്ങൾ എന്നാലും മനസ്സിലാകുമെന്നല്ലാതെ ആ സംഭവങ്ങളൊന്നും വെച്ച് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതൊരു വലിയൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു അതാണ് മോസ്റ്റ്ലി എല്ലാ ആൾക്കാരും അതുവഴിയാണ് പോകുന്നത്. ഇപ്പോൾ ICTയുടെ വീഡിയോ കാണുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നു ആ ഒരു ഫേസിലാണ് ആൾക്കാരല്ല, ആ ഒരു ലൂപ്പാണ്. ICT ഇപ്പോൾ 2025 ഇനി 26 ആകുമ്പോൾ ആൾ അഗൈൻ 26 ഇറക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചിങ് കണ്ടന്റ് വീഡിയോസ് ആണ്, ലേണിംഗ് പർപ്പസ് ആണ്, എഡ്യൂക്കേഷൻ ചാനലാണ്. സോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ യൂട്യൂബിൽ കൂടെ മണി ICT മൈക്കിൾ ഉണ്ടാക്കുന്നുണ്ട്. സോ ആളുടെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഇപ്പം യൂട്യൂബാണ്. ആൾ പറഞ്ഞിട്ടുണ്ട് ഹി ഹാസ് മേക്ക് ഹെൽ ലോട്ട് ഓഫ് മണി ഫ്രം യൂട്യൂബ്, ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ
നിങ്ങളുടെ ആ ഒരു എഡ്ജ് ഫൈൻഡ് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ പ്രോഫിറ്റബിൾ ആകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ കിട്ടുന്നത് എന്നുള്ളൊരു സംഭവം മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് അതെടുത്തിട്ട് പോകുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ ഫേസ് ആണ് ദ റിയലൈസിങ് ഫേസ്. ഈ ഒരു ഫേസിലാണ് നമ്മൾ ഇത്രയും നാളും ചെയ്ത് ഈ ലേണിംഗ് ഫേസിലും, അതായത് ഇപ്പോൾ ലേണിംഗ് ഫേസിലും ഞാൻ പറഞ്ഞ റിയലൈസ് ചെയ്യുക എന്ന് പറയുന്നത്, എനിക്ക് ഇത്രയും പഠിച്ചത് മതിയോ, അല്ലെ ഇത് വെച്ചിട്ട് ഞാൻ എനിക്ക് ഇത് മതി പ്രോഫിറ്റബിൾ ആകാൻ, ഇതിൽ ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആകും എന്ന് റിയലൈസ് ചെയ്യുക എന്നുള്ളൊരു സംഭവം. ആ റിയലൈസിങ് ഫേസിൽ തന്നെ 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. അതായത് ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം വേറൊരു രീതി റിയലൈസ് ചെയ്യുന്നത്, ഓക്കെ എനിക്കിത് പറ്റില്ല, ഇത്രയും ഹാർഡാണ് ട്രേഡിങ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് പുട്ട് ഓൺ ചെയ്യാൻ എൻ്റെ ക്യാരക്ടറിന് പറ്റത്തില്ല എന്നുള്ള റിയലൈസ് ചെയ്യുന്നത്. പിന്നെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്, ഓക്കെ ഇത്രയും കാര്യം മാത്രം ചെയ്താൽ മതി, ഇനി പക്കയായിട്ട് ഞാൻ മുമ്പോട്ട് പോകണം, ഈ ഒരു മിനിമൽ സെറ്റപ്പ് മാത്രം ഞാൻ ഫോളോ അപ്പ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്. ലാസ്റ്റ് ഫേസ് ആണ് പ്രോഫിറ്റ് മേക്കർ. ഈ പ്രോഫിറ്റ് മേക്കർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ സൈക്കോളജി. അതാണ് ഏറ്റവും വലിയൊരു ഫാക്ടർ. അതായത് ഇത്രയും നേരം നമ്മൾ ഇവിടെ നിന്ന് ഇത്രയും വന്നതിന് ശേഷം ഈ ഒരു ഏരിയയിൽ നമ്മൾ ആ ഒരു സെറ്റപ്പ് എന്നുള്ളൊരു സംഭവം വിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആൾക്ക് സെറ്റപ്പ് ഉണ്ട് ഓൾറെഡി. ഈ റിയലൈസ് ചെയ്യുന്ന ഫേസിൽ ഒന്നെങ്കിൽ ആൾക്ക് ഓൾറെഡി ഒരു സെറ്റപ്പ് ഉണ്ട്. ഈ റിയലൈസിങ് ഫേസിലാണ് ഇപ്പം എൻ്റെ VLP ILP സെറ്റപ്പ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഈ റിയലൈസിങ് ഫേസിലാണ്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ കുറേ ലേൺ ചെയ്തു. എനിക്ക് അറിയാത്ത PDRIs ഇല്ല, എനിക്കറിയാത്ത ലിക്വിഡിറ്റി ഇല്ല, എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. ICTയുടെ ചാനലിൽ അരിച്ച് കളിക്കാൻ കുടിച്ചിട്ടുണ്ട് എല്ലാം. ഞാൻ അതേപോലെ എനിക്ക് വേണം എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ ഇരുന്ന് പഠിച്ചത്. ആ ഒരു ഫേസിൽ ഞാൻ റിയലൈസ് ചെയ്തത് ലെസ് ഈസ് മോർ എന്നുള്ളതാണ് ട്രേഡിങ്ങിൽ. അവിടെ നിന്ന് എൻ്റെ സെറ്റപ്പ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് അവിടെ നിന്ന് ഒരു പ്രോഫിറ്റ് മേക്കർ എന്നുള്ളൊരു ലെവലിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ലോസ് മേക്കർ ഓർ പ്രോഫിറ്റ് മേക്കർ വാട്ട് എവർ ഇറ്റ് ഈസ്. സോ നമ്മൾ ഈ ഒരു ഫേസിൽ എത്തുമ്പോൾ അവിടെ റിയലി മാറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജി മാത്രമാണ് നല്ല നമ്മുടെ സെറ്റപ്പ് ഓൾറെഡി നമുക്കുണ്ട്. ഇവിടെ നമ്മൾ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത് ഹൗ വി ആർ പ്ലേയിങ് നമ്മൾ ഇത്രയും നാളും പഠിച്ച സംഭവങ്ങൾ എങ്ങനെയാണ് മാർക്കറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഒരിക്കലും അത് സെറ്റപ്പിന് കുഴപ്പമില്ലായിരിക്കും. ഞാൻ അതെൻ്റെ ഗ്രൂപ്പിൽ ഇപ്പോൾ ഇടയ്ക്ക് പറയുന്നതാണ്. അതായത് നമുക്ക് ആസ് എ പേഴ്സൺ നമുക്ക് കുറേ ഡിസബിലിറ്റീസ് ഉണ്ടാവും. അതായത് നമ്മൾ ചിലപ്പം കുറച്ചുകൂടെ ആങ്കർ ഇഷ്യൂ ഉള്ള ആളായിരിക്കും, നമ്മൾ കുറേ കൂടെ ഈഗോ ഉള്ള ആളായിരിക്കും. ഇതെല്ലാം ട്രേഡിങ്ങിൽ റിഫ്ലക്റ്റ് ചെയ്യും. ആ ഒരു ഫേസ് ആണ് ഈ ഒരു പ്രോഫിറ്റ് മേക്കർ. റിയലൈസിങ് ദാറ്റ് ഓൺലി ദ സക്സസ് ഈസ് പ്രോപ്പർ ഡിസിപ്ലിൻ വിത്ത് എ പ്രോപ്പർ സെറ്റപ്പ്, ബട്ട് ഇറ്റ് മൈ ടേക്ക് ഇയേഴ്സ് ഓർ മേ ബി മന്ത്സ്. അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഈ ഒരു ലെവൽ എത്തുമ്പോൾ നമ്മുടെ ആ എക്സ്പെക്റ്റേഷൻസ് എല്ലാം പോകും. നമ്മൾ ഈ ഒരു ഗാംബ്ലിംഗ് സ്റ്റേജിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ അക്കൗണ്ടിനെ, ഞാൻ ആദ്യമേ പറഞ്ഞാൽ, ഫ്ലിപ്പ് ചെയ്ത് $10 ഇട്ടാൽ $100 ആക്കുക എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും. ലേണിംഗ് ഫേസിൽ മനസ്സിലാവും ഇതങ്ങനെ അല്ല, മേ ബി ഇറ്റ്സ് പോസിബിൾ, പക്ഷെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് മനസ്സിലാവും. റിയലൈസ് ചെയ്യുന്ന സ്റ്റേജിൽ നമുക്ക് മനസ്സിലാവും ട്രേഡിംഗ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ലേണിംഗ് ദ സെറ്റപ്പ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. പിന്നെ ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് മനസ്സിലാവുന്നതാ, ദേ മേക്ക് ഓൺലി 2% ഓഫ് പ്രോഫിറ്റ് ഫ്രം ദെയർ ക്യാപിറ്റൽ. അതായത് ഒരു 2% പ്രോഫിറ്റ് ആണെങ്കിൽ പോലും ദാറ്റ് ഈസ് ഹ്യൂജ്. ആൻഡ് ഇഫ് യു ആർ കൺസിസ്റ്റൻറ്റ് ഇനഫ്. നിങ്ങൾക്ക് കോമ്പൗണ്ടിങ്ങിനെ പറ്റിയൊക്കെ അറിയാമെങ്കിൽ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവും. അതായത് 2% എന്ന് പറയുന്നത് നിങ്ങൾ കൺസിസ്റ്റൻറ്റ് ഇനഫ് ആണെങ്കിൽ 2% ഈസ് മോർ. നിങ്ങളത് ചിന്തിക്കുന്നതിലും മോറാണ്. ഓക്കെ, ഏറ്റവും വലിയ അടുത്തൊരു ക്വാളിറ്റി എന്ന് വെച്ചാൽ മാർക്കറ്റിനെ ഒരിക്കലും ഒരു ബ്ലെയിം ചെയ്യത്തില്ല. ഓക്കെ, അവരുടെ ലോസസ് വന്നാലും ഒരു ലോസസ് അക്സെപ്റ്റ് ചെയ്തിട്ട് ലോസസിനെ മനസ്സിലാക്കാൻ ശ്രമിക്കും. മാർക്കറ്റ് ഈസ് ഓൾവേസ് പെർഫെക്റ്റ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആ മാർക്കറ്റിനോടുള്ള ഈഗോ മാറ്റി വെച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ളത് മാർക്കറ്റ് എടുക്കുമ്പോൾ അതിൽ നിന്ന് തിരിച്ച് തട്ടിപ്പറിക്കാൻ പോകാതെ അതിനെ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ലെറ്റ് ഇറ്റ് റൺ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വിടുന്ന ആൾക്കാരാണ് ഈ ലാസ്റ്റ് ഫേസ് നിൽക്കുന്നത്. ഈ ലാസ്റ്റ് ഫേസ് വരെ വന്ന ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഒരു 10% കുറവ് ആൾക്കാർ മാത്രമേ ഈ ലാസ്റ്റ് ഫേസ് വരെ നിൽക്കത്തുള്ളൂ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്വിറ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ഫേസ് ആണ്, ഐ തിങ്ക്. ബിക്കോസ് ലേണിംഗ് ഫേസ്, ഈ ലേണിംഗ് കർവിൽ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ആൾക്കാർ, നല്ല രീതി കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇവർ. ഇപ്പം നേരെ നോക്കാൻ നമുക്ക് യൂട്യൂബ്, ഞാൻ ഓപ്പണായിട്ട് പറയാം, നിങ്ങൾക്ക് യൂട്യൂബ് മതി, നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാൻ യൂട്യൂബിൻ്റെ ആവശ്യമുള്ളൂ. സത്യം, ഞാൻ ഓപ്പണായിട്ട് പറയാം. പക്ഷെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പഠിക്കണം. അവിടെ നിന്ന് ഏതെടുക്കണം, എങ്ങനെ കാണണം, എങ്ങനെ പോകണം, എങ്ങനെ പാത്ത് കറക്റ്റ് ആക്കണം, എങ്ങനെ ക്ലിയർ ഔട്ട് ചെയ്യണം. അല്ല എങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാരും, അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ വരുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരും ക്വിറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലം ഈ ലേണിംഗ് ഫേസ് ആയിരിക്കും. ബിക്കോസ് ദേ തിങ്കിങ്, ഓക്കെ ഇത്രയും പഠിക്കാനുണ്ട്, എനിക്ക് ഇത്രയും പഠിക്കാൻ പറ്റത്തില്ല, എൻ്റെ വർക്കിൻ്റെ ഇടയിൽ, എൻ്റെ ജോലിയുടെ ഇടയിൽ, അല്ലെങ്കിൽ എൻ്റെ സ്റ്റഡീസിൻ്റെ ഇടയിൽ ഇതെല്ലാം കൊണ്ട് എനിക്ക് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു സംഭവം ഞാൻ നോക്കിയിട്ട് ഇതൊരു പാർട്ട് ടൈം ജോബ് അങ്ങനെയൊന്നുമല്ല. പക്ഷേ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ ഇതിനു വേണ്ടി കൊടുക്കാമെങ്കിൽ നിങ്ങൾക്കൊരു
ക്ലിയർ ഒരു സെറ്റപ്പ് ഉണ്ട്, നിങ്ങൾക്ക് എങ്ങനെ പോകണമെന്നൊരു റൂട്ട് മാപ്പും ഉണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഒരു 1 month ഒക്കെ ധാരാളമാണ് നിങ്ങൾക്ക് ഈ ഒരു റിയലൈസിങ് ഫേസിലേക്ക് എത്താം, ഈ ലേണിങ്ങിൽ നിന്ന് റിയലൈസിങ് ഫേസിലേക്ക് എത്താം. ദെയർ യു ഹാവ് എ സെറ്റപ്പ്. ബിക്കോസ് ഈ ലേണിംഗ് ഫേസിൽ യു ലേൺ സെറ്റപ്പ്, യു ലേൺ റിസ്ക് റിവാർഡ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ റിസ്ക് മാനേജ്മെന്റ്, ട്രേഡ് മാനേജ്മെന്റ് എല്ലാം ഈ ലേണിംഗ് ഫേസിൽ തന്നെ ഉള്ളതാണ്. ഇവിടെ ഈ റിയലൈസിങ് ഫേസിലേക്ക് വരുമ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഈ സെറ്റപ്പിനെ പറ്റി സംസാരിക്കുക, അവിടെ ഒന്നുമില്ല. അവിടെ ജസ്റ്റ് ഹൂ ആർ യു ആസ് എ പേഴ്സൺ, എന്താണ് ഞാൻ എങ്ങനെയാണ്, എനിക്കിത് വർക്കാക്കി എടുക്കാൻ പറ്റുക. ഓരോ ആൾക്കാരും ഡിഫറെൻ്റ് ആണ്. അതിൽ നിന്ന് എനിക്ക് എങ്ങനെ ഒരു ട്രേഡർ ആകാം, ഈ ഒരു ഫേസിൽ നിന്ന് ഗാംബ്ലറിൽ നിന്ന് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാൻ വേണ്ടിയിട്ട് ഇത്രയും ഫേസ് കടന്നു വന്നിട്ടാണ് ഒരാളൊരു ട്രേഡർ ആകുന്നത്. ഇതിലിപ്പോൾ ഞാൻ ഏത് ഫേസ് ആണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഏത് ഫേസ് ആണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഓക്കെ, ചിലരുണ്ട് ബ്രേക്ക് ഈവൻ സ്റ്റേജ് നിൽക്കുന്നത്, അവരെ പറ്റിയും മെൻഷൻ ചെയ്യണം. അതായത് ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം, റിയലൈസും ചെയ്തതിനു ശേഷം ഒരു ലെവലിൽ എത്തും, ബട്ട് ദേ കനോട്ട് മേക്ക് മണി. ദേ ആർ ബ്രേക്ക് ഈവൻ, സംടൈംസ് ദേ ആർ മേക്കിംഗ് ഒരു ചെറിയൊരു എമൗണ്ട് ഓഫ് ചെറിയൊരു സോർട്ട് ഓഫ് എമൗണ്ട് മാർക്കറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു ലെവലെത്തും. സോ ആ ഒരു ഏരിയയിലൊക്കെ ഒരു ബ്രേക്ക് ഈവൻ സ്റ്റേജ് ട്രേഡേഴ്സ് എന്നൊക്കെ വിളിക്കാം. അവിടെ നിന്ന് ചെറിയൊരു പുഷ് മതി. മേ ബി ഇറ്റ് വിൽ ടേക്ക് 1 more year, maybe 2 more year to become that profitable level. So ടൈം കൊടുക്കുക. ഇതൊരിക്കലും ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീം അല്ല. ഓക്കെ, ഞാൻ ഈ എഴുതി വെച്ചേക്കുന്നതെല്ലാം എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. ഇതെൻ്റെ വൈറ്റ് ബോർഡാണ്, എനിക്ക് വരുന്ന തോട്ടൊക്കെ ഞാനിങ്ങനെ എഴുതി വെക്കാറുണ്ട്. സോ അങ്ങനെ ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ ചർച്ചിൽ പോയിട്ട് വന്നിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ എഴുതിയതാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇതിനെപ്പറ്റി ഒരു വീഡിയോ കൂടെ ഇടാം. ആ വീഡിയോ കൂടെ ഇടണം എന്ന് തോട്ടിലാണ് ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് എഴുതിയത്. അല്ലെങ്കിൽ ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ടൊന്നും എഴുതിയില്ല. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്കിത് വായിക്കാൻ പറ്റുമെന്ന്. ബട്ട് എനിവേ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഡീപ്പ് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി, ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞുതരാം. സോ ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. താങ്ക് യു.